ഹായ് സുഹൃത്തുക്കളെ, ഇതാണ് കുറുമാത്തൂർ നമ്മുടെ താനിക്കുന്ന് റോഡ്. ഇവിടെ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ഇവിടെ ഒരു ചെറിയൊരു പൈപ്പ് ഇടാൻ വേണ്ടി ഇതുവരെ അവർക്ക് സാധിച്ചിട്ടില്ല. നമ്മൾ ബോട്ട് ചെയ്യുന്നതല്ലാണ്ട് അവർക്കിത് സാധിക്കാൻ പറ്റുന്നേ ഇല്ല. എന്തിനാണ് ഇനി നമ്മൾ ബോട്ട് ചെയ്യുന്നതെന്ന് നമ്മളൊരു അഭിപ്രായം. എന്നാലും ഇപ്പോൾ മലവെള്ളം കയറി കഴിഞ്ഞ 2 ദിവസമായിട്ട് മഴവെള്ളം കയറിയതാണ്. ഈ വെള്ളം തിരിച്ചു പോകുന്നില്ല, അതായത് കെട്ടിക്കിടക്കും. വന്ന വെള്ളം തിരിച്ചു പോകാനുള്ള സംവിധാനമില്ല. നമ്മൾ പലപ്പോഴും പറഞ്ഞാണ് ഇവരോട്. അത് ഇടിഞ്ഞ് പുഴയും റോഡും കൂടി ഒന്നിച്ചായി. ഇവർക്ക് ഇതുവരെ പൈപ്പ് പോതിടാങ്ങത ഒരു ദുരിതം. ഈ വലിയ ബൈക്ക് വരെ പോകുന്നില്ല. ഒരു കാറ് വരുന്ന അവസ്ഥ നോക്ക്. അത്രയും വെള്ളത്തിലാണ് കാറ് വരെ പോകുന്നത്. ഇതൊന്ന് പരിഹരിക്കാൻ വേണ്ടി എല്ലാവരും സഹകരിക്കണം. ഹായ്, എൻ്റെ പേര് ധനേഷ്. ഇത് എല്ലാവർക്കും, പഞ്ചായത്തും എല്ലാവരും കൂടി നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇത് ഒരു ദുരിതം തന്നെയാണ്. ഇപ്പം ഈ മലവെള്ളം കയറി കഴിഞ്ഞാൽ തിരിച്ച് വെള്ളം പോകാനുള്ള സംവിധാനം ഇവിടെയില്ല. ഇതൊന്ന് നോക്കിയോ, ഈ റോഡ് ഹൈറ്റ് ആയതുകൊണ്ട് വാലെന്ന് പറഞ്ഞ അവരുടെ വീടാണിത്, ഭവാനി. ഇവരെ വീടിന് മുമ്പിലാണ് ഈ പ്രയാസങ്ങൾ. ഇതെല്ലാവരും കണ്ണുറക്കുക. അതായത് പഞ്ചായത്തും അധികൃതർ വണ്ടി വരുമ്പോൾ തന്നെ ആരെയോളം ടാങ്കിലെ വെള്ളം വണ്ടി വരുന്നത് തന്നെ. എൻജിൻ വരെ മുങ്ങിയിട്ടാണ് വണ്ടി വരെ പോകുന്നത്. ഒരു 2 വണ്ടി കംപ്ലൈൻ്റ് ആയിട്ട് അവർ പരാതി നമുക്ക് തന്നുകൊണ്ടാണ് ഈ വീഡിയോ ഇടാൻ കാരണം. ഇതിൻ്റെ ഒന്ന് പെട്ടെന്ന് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനവും ഉണ്ടാക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു.